കാനഡയുടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 28 അവിടുത്തെ ഫെഡറൽ ആര് കാനഡ ഭരിക്കുമെന്ന് തീരുമാനിക്കും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ചില ഫാക്ടേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ടുള്ള ഫാക്ടർ ട്രംപ് എഫക്റ്റ് തന്നെയാണ്. ടാരിഫുമായി ബന്ധപ്പെട്ട് ഇതാണ് പ്രധാനമായിട്ടുള്ള അജണ്ട. പക്ഷെ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് കാനഡയിൽ ഇറങ്ങിയ ന്യൂസ് പേപ്പറുകളിൽ അതൊക്കെ അന്തർദേശീയ പത്രങ്ങളിൽ വാർത്തയായി മാറി. അവിടുത്തെ കനേഡിയൻ ഇന്റലിജൻസ് അവരെ ഉദ്ധരിച്ചുകൊണ്ട്, അവരെ കോട്ട് ചെയ്തുകൊണ്ട് റിപ്പോർട്ടുകൾ വരികയാണ്. 2022 കാനഡയുടെ എലക്ഷൻ സമയത്ത് അവിടുത്തെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡറായ പൊലിവരെ അയാളെ പാർട്ടിക്കകത്ത്, അതായത് കൺസർവേറ്റീവ് പാർട്ടിക്കകത്ത് ലീഡറായിട്ട് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി, അത് പുറത്തല്ല, കൺസർവേറ്റീവ് പാർട്ടിക്കകത്ത് ഏകദേശം 4 കണ്ടന്റേഴ്സ് ഉണ്ടായിരുന്നു, പ്രധാനപ്പെട്ട എതിരാളികൾ. അപ്പൊ ഇയാളെ പ്രധാനമായിട്ട് പാർട്ടിക്കകത്ത് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റിന്റെ ഏജന്റുമാരും അതിന് ഫണ്ട് കൊടുത്താണ് ഈ പുളിവരെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷനിൽ കൊണ്ടുവന്നത്, അതായത് കാനഡയുടെ ഫെഡറൽ ഇലക്ഷനിൽ കൊണ്ടുവന്നത്. ഇതിനെപ്പറ്റി വലിയ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞു പൂർണ്ണമായിട്ടും നിരാകരിച്ചു. കാരണം കാനഡയുടെ ഇലക്ഷനകത്ത് ഇന്ത്യ ഗവൺമെന്റ് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഈ റിപ്പോർട്ടിൽ ഫർദർ പറയുന്നത്, അതായത് കാനഡയുടെ ഇലക്ഷൻ്റെ അകത്ത് ഈ കൺസർവേറ്റീവ് പാർട്ടിക്കകത്ത്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കമ്മ്യൂണിറ്റിക്കകത്ത്, അതിനകത്ത് ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ പാർട്ടി മെമ്പേഴ്സിനെ സ്വാധീനിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫണ്ട് അറേഞ്ച് ചെയ്തു, പണമൊഴുക്കി, പല രീതിയിൽ സ്വാധീനിച്ച ശേഷമാണ് പൊളിവരെ അതിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ട് കൺസർവേറ്റീവ് പാർട്ടി തിരഞ്ഞെടുത്തത്. നമുക്ക് ഇലക്ഷൻ വരാൻ പോകണം, നമുക്കിതിൻ്റെ കാര്യം ആലോചിക്കാം. എന്താണ് ഇങ്ങനൊരു സംഭവം? അവിടെ ലിബറൽ പാർട്ടിയാണ് ഭരിക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിട്ട് 10 ദിവസം പോലും കഴിഞ്ഞ് അവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. മാർക്ക് കാർണിയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. ഏതാണ്ട് സർവേ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഈ പൊളിവരെ അവിടുത്തെ പ്രധാനമന്ത്രിയാകാനുള്ള പോസിബിൾ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു റിപ്പോർട്ട് പെട്ടെന്ന് ഗവൺമെന്റ് തന്നെ കൊണ്ടുവന്ന് മീഡിയയിൽ കൊണ്ടുവന്ന് ഫ്ലാഷ് ആക്കാൻ എന്തായിരിക്കും അതിൻ്റെ പുറകിലുണ്ടായ കാരണം? കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു, മറ്റുള്ള നിജറിന്റെ കേസുമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞു കഴിഞ്ഞു. അവരുടെ ഗ്രൂപ്പ്, അവിടുത്തെ ഗ്യാങ്ങും പരിപാടികളൊക്കെയാണ് ഇതിൻ്റെ ഏർപ്പെട്ടത്. പക്ഷേ ഇയാളെ കൊല്ലുന്നതിൻ്റെ അത് ഗവൺമെന്റ് ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേപറ്റി അന്വേഷിക്കട്ടെ. ഗവൺമെന്റ് ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞു അതുമായിട്ട് പൂർണ്ണമായിട്ടും അന്വേഷണത്തിൽ പങ്കെടുക്കാം. നമ്മൾ ഈ വിഷയത്തിലോട്ട് വരാം. എന്തുകൊണ്ടാണ് ഇപ്പോഴൊരു സന്ദർഭത്തിൽ പൊളിവരെ പറ്റി അയാളുടെ കാൻഡിഡേറ്റിന്റെ പിറകില് ഇന്ത്യ ഗവൺമെന്റാന്ന് പറയാനുണ്ടായ കാരണം എന്ത്? കാരണം നിങ്ങൾ ആലോചിക്കുന്ന വിഷയമായിരിക്കും, എന്തുകൊണ്ടാണ് ഇപ്പോഴ് പെട്ടെന്ന് ഈ വിഷയം കയറി വന്ന് ജസ്റ്റിൻ ട്രൂഡോ 2022 നടന്ന സംഭവം 2025 പറയുന്നത്. ഈ റിപ്പോർട്ട് തയ്യാറാക്കി 2022 ഇങ്ങനൊരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർ തെളിവൊന്നും പുറത്തു വിടുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2025 ഇലക്ഷന് തൊട്ട് മുമ്പാണോ ഈ കാര്യം പറയുന്നത്? സംശയം. എൻ്റെ ഈ ചോദ്യത്തിന് നിങ്ങൾക്കും അറിയാം. ഇതാണ് യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പല സർവേകളും നടന്നു കഴിഞ്ഞ സമയത്ത് അവിടുത്തെ 2.8% അവിടുത്തെ വോട്ടേഴ്സ് സിഖ് കമ്മ്യൂണിറ്റിയാണ്, അതായത് സർദാർമാർ. നിങ്ങൾക്കറിയാം പഞ്ചാബി കമ്മ്യൂണിറ്റിയാണ്. ഏകദേശം 7,80,000 പേര് ആ കമ്മ്യൂണിറ്റിയിലുള്ള വോട്ടേഴ്സ് ഉണ്ട് കാനഡയിൽ. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് എത്രമാത്രം ക്രൂഷ്യലാണ് കാനഡയുടെ ഇലക്ഷൻ? ക്രൂഷ്യലാണ്. ഇവരാണ് ആര് ജയിക്കുമെന്ന് അത് തീരുമാനിക്കുന്ന അവിടുത്തെ സിഖുകാർ. അവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും സർദാർമാരും സിഖുകാരും ലീഡേഴ്സായിട്ട് ഉണ്ട്. ഇപ്പോഴത്തെ ലിബറൽ പാർട്ടിയുടെ സിഖുകാരുടെ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് അവർ ഭരിക്കുന്നത്. അപ്പൊ ചോദ്യം എന്താണ്, ഇങ്ങനെ ഒരു റിപ്പോർട്ട് സിഖുകാരുമായിട്ടുള്ള ബന്ധം? വളരെ കൃത്യമാണ്.
കാരണം സർവേ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് അവിടെയുള്ള 90% സിഖുകാർക്കും ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടിയോട് താല്പര്യമില്ല. പൊളിവരയ്ക്ക് അനുകൂലമായിട്ടാണ് സർവേ റിപ്പോർട്ടുകൾ, അതായത് സർദാർമാർ സിഖുകാർ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് 2.8% സിഖുകാരുടെ അവർക്കെന്താ ഇത്ര പ്രാധാന്യമുണ്ട്? ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെയുള്ള സിഖുകാര് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വോട്ട് ചെയ്യുന്നത് അവിടെ സിഖുകാർ, അതായത് ഗ്രേറ്റർ ടൊറന്റോ, വാൻകൂവർ, ഇവിടെ താമസം, അവിടെ ശരിക്കും ഫെഡറൽ MP-മാരുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അവരാണ് തീരുമാനിക്കുന്നത് കാനഡ ആര് ഭരിക്കും. ഇവിടെ കിട്ടിയ സംഭവം. അപ്പൊ സിഖുകാരുടെ വോട്ട് 2.8%, ചെറിയ ഈ പെർസെൻറ്റേജ് ആണെങ്കിലും അവരെല്ലാവരും പോയി വോട്ട് ചെയ്യാൻ പോകും മറ്റുള്ള പബ്ലിക്കിനെ, കമ്മ്യൂണിറ്റി അനുസരിച്ച്. അപ്പോൾ ക്രൂഷ്യല. അപ്പൊ അവിടെയുള്ള MP-മാർ ആരൊക്കെയാണ് കൂടുതൽ എലക്ട് ചെയ്യുന്നത് അവരായിരിക്കും തീരുമാനിക്കുന്നത് കാനഡ ആര് ഭരിക്കും. ഇത് എൻ്റെ ഒരു അസസ്മെന്റ്. ഞാൻ പഴയ ഡേറ്റയൊക്കെ എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായത് അവരാണ് തീരുമാനിക്കുന്നത് കാനഡയിൽ അടുത്ത പ്രധാനമന്ത്രി ആരായിരിക്കും. ലിബറൽ പാർട്ടിയാണോ അതോ കൺസർവേറ്റീവ് പാർട്ടിയാണോ? ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനൊരു വാർത്ത കൊണ്ടുപോകുന്നതിൻ്റെ പിറകിൽ എന്തോ, അതായത് സിഖുകാരുടെ അവരെ പിടിച്ചൊലയ്ക്കുക, അവർ പുളിവരയ്ക്ക് വോട്ട് ചെയ്യരുത്. കാരണം ഇന്ത്യ ഭരിക്കുന്നത് ആൻറ്റി സിഖ് ആണെന്നുള്ള ധാരണ ഇവർ പരത്തിയിട്ടുണ്ട്, അതായത് മോദി ഗവൺമെൻറ്. അപ്പം മോദിക്ക് അനുകൂലമായൊരു പ്രധാനമന്ത്രി അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് സിഖുകാരെ ബാധിക്കും, സിഖുകാരുടെ ഗുരുദ്വാരയെ ബാധിക്കും, അവരുടെ ആക്ടിവിറ്റീസിനെ ബാധിക്കും. അതുകൊണ്ട് അവർ പൊളിവരയ്ക്ക് വോട്ട് ചെയ്യരുത്, അത് മാർക്ക് കാർണിക്ക് വോട്ട്. ഇതാണ് സംഭവം. ഗെയിം ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു ടാക്ടിക്കൽ സ്ട്രാറ്റജിക്കൽ റിപ്പോർട്ടാണ്. ഇത് പെട്ടെന്ന് കയറി വന്നു. അതായത് സിഖുകാർ മുഴുവനും പൊളിവരയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യണം. അതായത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ പറയുന്ന ഗ്രേറ്റർ ടൊറന്റോയിലും വാൻകൂവറിലും ഒക്കെ ഉള്ളവർ അവർ വോട്ട് ചെയ്യേണ്ടത് ലിബറൽ പാർട്ടി MP-മാർക്കായിരിക്കണം. സിഖുകാരുടെ പ്രേമം എന്ന് പറഞ്ഞാൽ പൊളിവരയുടെ കൂടെ പോകരുത്. അപ്പോൾ അവിടെ പൊളിവര ജയിക്കുവാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിൻ്റെയും അതായത് മോദിയും പറയുന്ന ഒരാളായിരിക്കും വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് സിഖുകാരെ പിടിച്ചു വിരട്ടുന്ന പരിപാടിയാണ് ഈ സംഭവം നടന്നത്. ഈ ഗെയിം പ്ലാനുമായിട്ടാണ് ഇവർ ചേർന്ന് വെച്ചിട്ട് ഈ സംഭവം റിപ്പോർട്ടൊക്കെ ഫ്ലാഷ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള സിഖുകാർ വായിക്കുന്ന വെബ്സൈറ്റും ഈ പഞ്ചാബിലൊക്കെ ഇത് വലിയ വാർത്തയായി. കാരണം അവിടെ വരാൻ പോകുന്ന പൊളിവര എന്ന് പറയുന്ന സിഖുകാർ ഏറ്റവും കൂടുതൽ സർവേയിൽ സപ്പോർട്ട് ചെയ്യുന്നയാൾ, അയാൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആളാണ്. അപ്പോൾ ഇവരീ പറയുന്ന ഖാലിസ്ഥാനും പരിപാടിയൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് പുളിവരെ തോൽപ്പിക്കുക. അപ്പം അങ്ങനെയുള്ള സ്ലോഗൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ക്യാമ്പയിൻ. മനസ്സിലായില്ലേ പൊളിറ്റിക്സ് എവിടുന്ന് എങ്ങോട്ടാണ് ഗെയിം കളിക്കുന്നത്? അവിടെ ഈ ലിബറൽ പാർട്ടി കളിച്ചൊരു ലാസ്റ്റ് വൃത്തികെട്ട ഗെയിം എന്ന് പറയുന്നത് വെറുതെ ഇന്ത്യയെ പിടിച്ച് വലിച്ചിട്ടു. നമ്മൾ ഈ ഒരു കാരണവശാലും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒരു രാജ്യത്തിൻ്റെ ഒരു ഇലക്ഷനിലും നമ്മൾ പങ്കെടുക്കുക അവർ ഒരു കാരണത്തിൽ സ്വാധീനിക്കാനൊന്നും പോകത്തില്ല. നേരത്തെ തന്നെ കാനഡ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും ചൈനയ്ക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു. നിങ്ങളത് കേട്ടാണ് ചൈനയാണ് പലതും നിയന്ത്രിക്കുന്ന മാടയാണ് കോടയാണെന്നും പറഞ്ഞുകൊണ്ട് ചൈനീസ് ഫണ്ട് വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇന്ത്യയുടെ പേര് വന്നിട്ടില്ല. എന്നാൽ ശരിക്കും ഇന്ത്യക്കാർ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ശരിക്കും ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് നിർണായകമാണ്. അതിനകത്തുള്ള സിഖ് കമ്മ്യൂണിറ്റിയുടെ വോട്ട് അവിടെയുള്ള കൺസർവേറ്റീവ് പാർട്ടി ഇന്ത്യക്കെതിരെ തിരിക്കുകയാണെങ്കിൽ ലിബറൽ പാർട്ടിക്ക് ജയിക്കാൻ കഴിയും. ഇതാണ് അവരുടെ കാൽക്കുലേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഫാബ്രിക്കേറ്റഡ് റിപ്പോർട്ടാണ് കനേഡിയൻ സീക്രട്ട് ഏജൻസി പുറത്തുവിട്ടത്. ഇതാണ് ഈ വിഷയത്തിൽ എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പോൾ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, ഗൂഗിൾ പേ, UPIയുടെ ചില ലിമിറ്റ്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിളാണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ്
ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടുക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി, നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.